നമസ്കാരം. പുതിയൊരു സംഭവത്തിലേക്ക് കിടക്കാം നമുക്ക്. ഇത് നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നൊരു വിഷയമാണ്. എൻ്റെയും മനസ്സിൽ തട്ടിയ വിഷയമാണ്. എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒരു മീൻകാരൻ്റെ മകൾ, ആ മീൻകാരൻ്റെ മകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മ മരിച്ചു. ഈ പെൺകുട്ടിയുടെ പേര് രാജി എന്നാണ്. അമ്മ മരിച്ചു. അച്ഛനാണ് നോക്കുന്നത്. അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങളും ആ വീട്ടിൽ തന്നെയാണ് താമസം. പെങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. 30-31 വയസ്സായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാദോഷമുള്ള കാരണം ആരും അടുത്ത് വരുന്നില്ല. ഒത്തു വരുന്ന കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തണമെങ്കിൽ വലിയ പൈസ കുറവുണ്ട്. അതിനുള്ള പൈസ ഈ മീൻകാരൻ്റെ കയ്യിലില്ല. ഇയാൾക്ക് മീൻ കിട്ടുന്ന കാശ് കൊണ്ട് മകളൊരു പഠിപ്പിച്ച് ഒരു ഡോക്ടറാകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് മൂപ്പര് ജീവിക്കുന്നത്. അമ്മയില്ലാത്ത മകളല്ലേ എന്ന് വിചാരിച്ചിട്ട്. അവളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൊച്ചു സുന്ദരിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിയാകുമ്പോൾ ഇദ്ദേഹം മീനെടുക്കാൻ പോകും. ഇയാൾ 5 മണിയാകുമ്പോൾ മീനെടുക്കാൻ പോകുമ്പോൾ ഹൈവേയിൽ വെച്ചിട്ട് ലോറി ഇടിക്കണം. ലോറി ഇടിച്ച് ഒരു കാട്ടിലേക്ക് വീഴണം. MIT എന്ന് പറഞ്ഞ ഒരു വണ്ടീൻ്റെ, ആ വണ്ടിയിലാണ് അയാൾ പോവാറ്. ഇയാളുടെ വണ്ടിയും അതുപോലെ തന്നെ എല്ലാം കൂടി കാട്ടിലേക്ക് പോകണം. പക്ഷെ ആരും കണ്ടില്ല. ലോറി ആക്കി നിർത്താണ്ടും പോയി. പിന്നെ നേരം എടുത്തപ്പോൾ അറിയണം ഇയാൾ മരിച്ചെടുക്കണം കണ്ടത് ആൾക്കാർ. അപ്പോൾ പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയമാണ് ഈ പെൺകുട്ടിക്ക് അച്ഛൻ. അമ്മയില്ലാത്തതാണ്. അച്ഛൻ പോയിട്ട് കൂടിയിട്ട് പിന്നെ ഈ അച്ഛൻ്റെ ആ പെങ്ങളാണ് ഈ പെൺകുട്ടീനെ നോക്കണത്. അപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ അമ്മയായി മാറി. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ഈ അച്ഛന് വലിയ സമ്പാദ്യമൊന്നും ഇല്ലാണ്ടാണ് പോയത്. എങ്ങനെ ഈ കുട്ടീനെ വളർത്തും, എങ്ങനെ ഈ കുട്ടീനെ പഠിപ്പിക്കും? അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഡോക്ടറാക്കുന്നതാണ്. എങ്ങനെ ഈ കുട്ടീനെ ഡോക്ടറാക്കും? ഒരു പിടുത്തമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളെന്ന് പറയാം. അച്ഛൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ ആ പെങ്ങളുടെ പേര് അമ്മു എന്നാണ്. അമ്മും രാജി. അമ്മു എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിക്ക് ചെന്ന് നിന്നാൽ, ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ചെന്ന് നിന്നാലും, ഒരു വീട്ടു ജോലിക്ക് നിന്നാലും നമ്മൾ ഉദ്ദേശിച്ച പൈസ കിട്ടില്ല. അതിനെന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി നിലനിർത്താൻ വേണ്ടി ഈ ലോറി ഇടിച്ച് നിൽക്കാണ്ട് പോയ കാരണം ഇൻഷുറൻസ് കാശും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആകെ ഒരു 3 സെൻറ്റിൽ ഗവൺമെൻറ് പണിത് കൊടുത്തൊരു ചെറിയ വീടുള്ളത്. അപ്പോൾ ഇവളെ ഡോക്ടറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയും തലയും മുറുക്കി നമ്മുടെ അമ്മു എന്തെങ്കിലും പണിക്ക് ഇറങ്ങിയാലേ ആരും നടക്കുള്ളൂ. അങ്ങനെ അമ്മു കണ്ടുപിടിച്ച ജോലിയാണ് പട്ടണത്തിൽ ചെല്ലുക, ടൗണിൽ ചെല്ലുക, പല ആൾക്കാരെയും കൂടെ കെടുക്കുക. ഒരു വേശ്യയായി ജീവിച്ചുകൊണ്ട് ഈ മകളെ പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ വേശ്യയായിട്ട് ജീവിക്കാൻ ഞാൻ ടൗണിൽ നമ്മൾ വേശ്യയായിട്ട് ജീവിക്കുന്നത് നാട്ടിലുള്ളവർ അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ വേശ്യയായി ജീവിച്ചാൽ അതിനേക്കാളും കൂടുതൽ പ്രശസ്തിയും കിട്ടും, നാട്ടിലുള്ളവർ അറിയുകയും ചെയ്യും. ഇവള് പല ആൾക്കാരെയും കൂടി ഹോട്ടലിൽ റൂമിലെടുക്കും. രാത്രി നിൽക്കില്ല, പകലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. സിനിമ തിയേറ്ററിലൊക്കെ ചെന്നിട്ട് ആരെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ പറയും നമുക്ക് റൂം എടുക്കാം എന്ന് പറയും. അങ്ങനെ റൂം എടുക്കും. അവർക്ക് പൈസ പറയും. ആ പൈസ മേടിച്ച് വൈകുന്നേരം ആകുമ്പോൾ റൂം വെക്കേറ്റ് ഇത് പോരും. അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കിയവൾ. ആ പൈസ കൊണ്ടാണ് അവളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ട് കോളേജിൽ വരെ എത്തി. കോളേജിലെത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒന്ന് തലതിരിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയുള്ള ഒരു മകനുണ്ട്. അയാൾ നല്ല പൈസക്കാരനാണ്. അയാളുടെ മകനെ കയറി ഇവൾ പ്രേമിച്ചു. അപ്പോൾ ഇതിപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ മോളെ നീ ചെയ്യുന്ന തെറ്റാണ്. നമ്മൾക്ക് കൊത്തി ഒതുങ്ങുന്നവർത്താണ് കൊത്തേണ്ടത്. ഇത് നമുക്ക് കൊത്തി ഒതുങ്ങാത്തൊരു കേസാണ്. അതുകൊണ്ട് മോളിത് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചോ. അവനെ മറന്നു. അവൻ നല്ലവനായിരിക്കാം, പക്ഷെ അവർ കുടുംബക്കാരത്ര നല്ലവരൊന്നല്ല. നിന്നെ അവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ അവർ നിന്നെ പൊരിക്കും. ചിലപ്പോൾ വല്ല ഗ്യാസ് പൊട്ടി തെറിച്ചോ വേറെ എന്തെങ്കിലും രീതിയിലോ നീ മരിക്കും. നീ എനിക്ക് എൻ്റെ മോളെ പോലെയാണ്. എൻ്റെ മോളാണ് നിന്നെ ഞാനൊരു ഡോക്ടറാക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നിനക്കറിയാലോ. എത്ര ആൾക്കാരെ കൂടെ കിടന്ന കാശും കൊണ്ടുവന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നിനക്കറിയണ കാര്യങ്ങളല്ലേ. ഞാൻ അവിടെ കിടന്ന് ആരെങ്കിലും എൻ്റെ നെഞ്ഞത്ത് കയറി പൈസ ഉണ്ടാക്കണതൊക്കെ ഇപ്പോൾ ഈ നാട്ടിലുള്ളവർ വരെ അറിഞ്ഞു. ഇപ്പോൾ നാട്ടിലുള്ളവർ വരെ എന്നെ പരിപാടിക്ക് ചോദിച്ചു തുടങ്ങി. എന്നെ പോകുമ്പോൾ എല്ലാവരും കളിയാക്കുക. അപ്പോൾ അവൾ പറഞ്ഞു എന്നെയും കളിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നിന്നെ ഞാൻ വളർത്തി ഞാൻ ഇതുപോലെ ആക്കി, ഞാൻ ആ പ്രേമത്തിൽ നിന്ന് പിന്മാറണമെന്ന്. ഇവിടെ ഒരു കാരണവശാലും പിന്മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനോടും അമ്മോടും പറഞ്ഞു. അവൻ്റെ അച്ഛൻ, അമ്മ, ഒരു ചേട്ടനുണ്ട്. അവനോട് ആ ചേട്ടൻ കല്യാണം കഴിച്ചതാണ്. പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ അവളെന്ന് പറഞ്ഞു. ഒരു വേശ്യ വളർത്തുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നടക്കില്ല മോനെ, നീ വേറെ പണി നോക്കിക്കോന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടി അവന് വലിയ വിഷമമായി. അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിനടിക്കാനുള്ള വിഷം ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചു. അവ ആശുപത്രിയിലായി. അപ്പോൾ അച്ഛനമ്മയ്ക്ക് മനസ്സിലായി ഇത് വളരെ അസ്ഥിമ പിടിച്ചുള്ള പ്രേമമാണ്. ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ മോനെ ഒന്ന് കയ്യിൽ നിന്ന് പോയി കിട്ടും.
എന്തായാലും വരണ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷിക്കാം, കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ വെറും ഒരു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ആരും അറിയിച്ചില്ല. ഇവിടെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ നമ്മുടെ അമ്മ അവിടെ ഒറ്റയ്ക്കായി. അമ്മ പിന്നെ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആർക്കും വേണ്ടിയ കാശ് ഉണ്ടാക്കണത്, ആർക്കും ടൗണിലേക്കും പോകണില്ല, പരിപാടിക്കും പോകണില്ല, വല്ലതും വെച്ചു കഴിച്ച് അവിടെ കിടക്കും. അവൾക്ക് നല്ലത് വരട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവൾക്ക് ആ ചിലവിടെ നല്ലതെന്നല്ല വരുന്നത്. ഈ പ്രേമിച്ച പുരുഷന്മാരെന്നെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, ആരെങ്കിലും കണ്ടുവരുന്നതൊക്കെ അത് തന്നെയാണ്. പ്രേമിച്ച പുരുഷന്മാർ പ്രേമിക്കുമ്പോൾ മുഴപ്പും മൊലിയും താലിയും വലിയും ഇതൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് പരിപാടി ചെയ്യുന്നു തോന്നും. പരിപാടി ചെയ്യാത്ത പെണ്ണുങ്ങൾ, പരിപാടിക്ക് കൊടുക്കാത്ത, കല്യാണത്തിന് മുമ്പ് പരിപാടിക്ക് കൊടുക്കാത്ത പെണ്ണുങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് പരിപാടി ചെയ്യുന്നു തോന്നും. കല്യാണം കഴിച്ചൊരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 മാസം 4 മാസം 6 മാസം പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് മടുക്കും. പിന്നെ വേണ്ട, എന്തിനാ അതിനെ കഴിച്ചതെന്ന് തോന്നും. അങ്ങനെ തന്നെ ഇവളുടെ ഭർത്താവിനും തോന്നി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇവന് മടുത്തു. ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 മാസത്തേക്കും 3 മാസത്തേക്കൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ജോലിക്ക്, ഇവൻ്റെ അച്ഛൻ പറഞ്ഞിടത്തേക്കൊക്കെ ജോലിക്ക് പോകും. ഇവളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറഞ്ഞു, സ്നേഹങ്ങൾ കുറഞ്ഞു. അതുപോലെ തന്നെ അച്ഛനും ഇവളെ കുറ്റം പറയും, അമ്മായിയച്ഛനും കുറ്റം പറയും, അമ്മാരിമോള് വളരെ മോശമാണെന്ന് അവരും പറയും. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായി കറി വെച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്തൊരു വേലക്കാരിനെ പോലെ അവിടെ ജീവിച്ചു. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഭർത്താവ് സ്നേഹമില്ലാത്തവനായി മാറി. ഈ താപ്പിൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ചേട്ടനുണ്ട്, അവനും ഇവളൊരു നോട്ടുണ്ടാവണം. അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേശി വളർത്തിയ പെണ്ണല്ലേ, അവൾ വേശി ഇവളെയും കൊണ്ട് വിറ്റുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവളെ പരിപാടിക്ക് തന്നു. ഇവിടെ വീട്ടിലില്ലാത്തൊരു സാഹചര്യം, വീട്ടിലാരും ഇല്ലാത്തൊരു സാഹചര്യം നോക്കിയിട്ട് അവളെ കയറി പിടിച്ചപ്പോൾ ഇത്രയും വലിയൊരാൾ കയറി പിടിക്കുമ്പോൾ എത്ര അവരെ ഫൈറ്റ് ചെയ്താൽ നിൽക്കും. ബലാത്കാരമായിട്ട് പരിപാടി ചെയ്തപ്പോൾ ഭയങ്കര ഷോക്കായത്. എന്നിട്ട് ഇവള് ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചേട്ടൻ എന്നെ കയറിയിട്ട് ഇങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഇല്ലാത്ത പറയലടി, എൻ്റെ ചേട്ടൻ മാന്യനാണ്, ചേട്ടത്തിൻ്റെല്ലോ, ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാത്ത ആളുമല്ലേ, ചേട്ടൻ അങ്ങനെ ചെയ്യില്ല, നീ നുണ പറയാം. നിനക്കിപ്പോൾ നാട്ടിൽ മുഴുവൻ നിൻ്റെ അമ്മായി അവിടെ കൊണ്ടുവന്ന് എല്ലായിടത്തും പരിപാടിക്ക് പുറത്ത ആളല്ലേ നീ ഇതല്ല ഇതിലും വലുത് പറയും, ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ നോക്കാമല്ലേ നീ എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ അത് ചേട്ടന് വീണ്ടും വളായി. ചേട്ടൻ പല പ്രാവശ്യം പിന്നെയും ചെന്ന് പരിപാടി തുടങ്ങി. ഒരു പ്രാവശ്യം എന്താ വെച്ചാൽ ഇപ്പം 4 മാസത്തേക്ക് ഉത്തർപ്രദേശിലൊരു വർക്കായിട്ട് പോയി. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വർക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു വലിയൊരു കെട്ടിടം പണിയാനായിട്ട് 4 മാസത്തേക്ക് അങ്ങോട്ട് പോയി. ആ 4 മാസം കഴിഞ്ഞ് ഇവൻ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ 2 മാസം ഗർഭിണി. ഇവൻ അങ്ങോട്ട് കലി പൊട്ടി, വീട്ടുകാർക്കും കലി പൊട്ടി. അപ്പോൾ ഇവൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മാസമായിട്ട് വീട്ടിലില്ല, നീ 2 മാസം ഗർഭിണി, ഞാൻ നാട്ടിലുള്ളപ്പോൾ നീ ഗർഭം ഉണ്ടായില്ല, ആരാണ് ഒരു ഉത്തരവാദി? അപ്പോൾ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ചേട്ടൻ തന്നെയാണ്, നിങ്ങളുടെ ചേട്ടനാണ് എന്നെ വന്നിട്ട് ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ നീ നോക്കരുത്. നീ നിൻ്റെ അമ്മായിയുടെ തൊഴിൽ തന്നെ നീ തുടങ്ങിയിട്ട് ഇവിടെ, നീ നാട്ടിലുള്ള ആരെയും പിടിച്ച് നീ ഗർഭമുണ്ടാക്കി, അത് എൻ്റെ ചേട്ടൻ്റെ പേരിലോ നീ വെച്ച് കെട്ടാൻ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് നോക്കി ഒരു ഒറ്റ ചവിട്ടാണ്. അപ്പം തന്നെ ബ്ലീഡിങ് ആയി. അപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു വാർഡിൽ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും തിരിച്ചു പോന്നു. ഇതറിഞ്ഞ അമ്മു അവിടെ ചെന്നു. എന്നിട്ട് ഇവളുണ്ടായ കാര്യങ്ങൾ, ഈ അമ്മൂനെ അവിടെ കയറ്റി വന്നില്ല, ഇവൾക്ക് എന്താ ഉണ്ടാവുന്നത് അമ്മൂനെ അറിയില്ലായിരുന്നു. ആശുപത്രിയിലായത് അറിഞ്ഞപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നിന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ഇവളെ അമ്മാന്നാണ് വിളിക്കുന്നത്. അമ്മോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ നാട് ശരിയല്ല, എത്ര പുരുഷന്മാരോടെ ഞാൻ കിടന്നിട്ടുണ്ട്, ഇവരൊക്കെ കല്യാണം കഴിച്ചവരുണ്ട്, കല്യാണം കഴിക്കാൻ പോണവരുണ്ട്, കല്യാണം കഴിച്ച് ഭാര്യ മരിച്ചവരുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരും പുരുഷന്മാരെൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ നല്ല പുരുഷന്മാരെ ഞാൻ ഒരാളെ പോലും കണ്ടിട്ടില്ല. അവരൊക്കെ നമ്മുടെ ശരീരത്തിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ, അവരും നമ്മുടെ ശരീരത്തിന് വേണ്ടിയേ സ്നേഹിക്കുള്ളൂ. അവരൊരു 2 മിനിറ്റ് നേരത്തെ ആ പരിപാടി ചെയ്യുന്ന നേരത്തെ ആ പാല് പോണ നേരത്തുള്ള സ്നേഹം നമ്മളോട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ പിന്നെ ഒരു ശല്യമാണ്, ഒരു മിഷ്യനായിട്ട് മാത്രമേ പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി. നമ്മൾ ഒരാൾക്ക് മനസ്സ് കൊടുക്കും വേണ്ട, ശരീരം കൊടുത്താൽ തന്നെ മനസ്സ് കൊടുക്കരുത്. അവരെ താപ്പ് കിട്ടി അവരെ പറ്റിക്കുക, വഞ്ചിക്കുക. നമ്മൾ അതുതന്നെയാണ് വേണ്ടത് നമ്മളെന്ന് പറഞ്ഞു. ഇവർക്കും തോന്നി ശരിയാണ്, അമ്മ അന്ന് വേണ്ടാന്ന് പറഞ്ഞത് ഈ കല്യാണം എൻ്റെ നിർബന്ധത്തിൽ ചെയ്തതാണ്, ഞാൻ അനുഭവിച്ച അമ്മയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, എല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇനി അമ്മ എന്ത് പറയണോ അതുപോലെ ഞാൻ ചെയ്യാം, നീ ഇപ്പോൾ ഈ ബന്ധം ഉപേക്ഷിച്ച് പോരണ്ട, നിന്നെ ഞാൻ അവിടെ കൊണ്ടാക്കാം. ആക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് സ്വർണ്ണമുണ്ട്, അതെല്ലാം നീ അടിച്ചു മാറ്റിയിട്ട് നീ ഇവിടേക്ക് വരിക, ഈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നാട് വിട്ട് പോവാം എന്ന് പറഞ്ഞു. ഇനി ഒരു പുരുഷനെ പോലും നമ്മൾ വിശ്വസിക്കരുത്, നമ്മളെ ഇത്രയും ദ്രോഹിച്ചവരെ സ്വർണ്ണം ഇതെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൾ ആശുപത്രിയിൽ നിന്ന് പോയി അവിടെ ആക്കി. ഒരു സമയത്ത് ഇവിടെ ചേട്ടത്തിയുടെ സ്വർണം, ഇവരെ സേഫിലുള്ള സ്വർണ്ണം സാഹചര്യം കിട്ടിയപ്പോൾ സകല സ്വർണ്ണങ്ങൾ അവിടെ ഇരുന്ന രൂപയെല്ലാം അടിച്ചു മാറ്റി അമ്മായിയുടെ അടുത്ത് തന്നു. അമ്മായി പറഞ്ഞു, നമുക്ക് ഈ വീട് ഉപേക്ഷിച്ച് ഈ നാട് ഉപേക്ഷിച്ച് ഇപ്പം തന്നെ സ്ഥലം വിടാമെന്ന് പറഞ്ഞാൽ അവർ ഡൽഹിയിൽ പോയി.
ഈ കാശൊക്കെ കൊണ്ട് ഡൽഹിയിൽ പോയി. ഇവിടെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ സകല സ്ഥലത്തും ഈ പൈസ വെച്ചോടത്ത് പൈസയില്ല, സ്വർണ്ണം വെച്ചോടത്ത് സ്വർണ്ണമില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി എന്ന് മനസ്സിലായി. അമ്മായിരെ അടുത്ത് പോയപ്പോൾ അമ്മായിയും വീടില്ല, അവിടെ വീട്ടിൽ ആരില്ല. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ നിങ്ങളെ അവരെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. അവരെ വല്ല ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടോ? ഇല്ല. അവർ ഫോൺ ഉപയോഗിക്കുന്നവരോ? അവർ രണ്ടുപേരും ഫോൺ ഉപയോഗിക്കുന്നവരല്ല. പിന്നെ ഞങ്ങൾ എവിടെ പോയി തപ്പാനാ? ഇതൊക്കെ ഉള്ളവരെ തന്നെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത ഒരാളെ പോയിട്ട് ഞങ്ങൾ എവിടെ തപ്പാനാ? ഒരു രക്ഷയില്ല. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കാം, എല്ലാ സ്റ്റേഷനിലേക്കും കൊടുക്കാം ഇങ്ങനെയുള്ള ആൾക്കാരെ. ഇവരൊക്കെ എവിടെ പോയി നമുക്കൊരു പിടുത്തമില്ല എന്ന് പറഞ്ഞ് പോലീസ് അങ്ങനെയും പറഞ്ഞ് ഇവർ പറഞ്ഞു. ഇവർക്ക് മനസ്സിലായി ഒരു ഫോട്ടോ പോലും എടുത്താക്കിയാത്തതിൻ്റെ ബുദ്ധിമുട്ട്, കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ പോലും എടുത്തേക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ ഇവരങ്ങനെ ഡൽഹിയിൽ പോയി, അവരവിടെ പോയി. അങ്ങനെ അവിടെ ഡൽഹിയിൽ ഒരു വാടക വീട് എടുത്തു. ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹി അല്ല, അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് ഒരു വാടക വീട് എടുത്തു. അവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? ഈ കാശ് കൊണ്ട് മുഴുവൻ എടുത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു. അവിടെ ജോലിക്ക് അമ്മയും മോളും അവിടെ ജോലിക്ക് കയറി. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു അമ്മയും മോളാണ്. അങ്ങനെ അവർ ജീവിതം ആരംഭിച്ചു. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു എന്നൊന്നും തോന്നില്ല, അതുപോലെ ആ പെൺകുട്ടിയാണ്. അപ്പോൾ പലരും വന്ന് ഒരു ബ്രോക്കർ വന്ന് ചോദിച്ചു, നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ച് തരുമോ? നല്ലൊരു പൈസക്കാരനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, ഞങ്ങൾക്ക് സീതം കൊടുക്കാനൊന്നുമില്ല, ഒന്നും കൊടുക്കണ്ട. അയാളുടെ ഭാര്യ മരിച്ചതാണ്, അപ്പോൾ അയാളുടെ മക്കളൊക്കെ വിദേശത്താണ്, ഇത്തിരി പ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ആ ബ്രോക്കർ പോയി. ഇവർ രണ്ടുപേരും കൂടി ആ തലേദിവസം അവിടെ നിന്ന് ആലോചിച്ചു, എന്താണ്, നമുക്ക് പുരുഷന്മാരാരും വിശ്വസിക്കരുത്. നമ്മുടെ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി അവരുടെ സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അത്ര തന്നെ. അത് കഴിഞ്ഞാൽ നമുക്ക് പോരുക. നീ ഇയാളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ കിട്ടാവുന്നത്ര കാശും സ്വർണ്ണം അടിച്ചു മാറ്റി നമുക്ക് ഈ ഡൽഹി വിടാം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം, കല്യാണത്തിന് സമ്മതിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അമ്മ പറയണ പോലെ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ആ കല്യാണം അവർ നടത്തണം. കല്യാണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ കണ്ടപ്പോൾ അയാൾക്ക് വലിയ ഇഷ്ടമായി. അയാൾ പൊന്നെ ചക്കരെ നിൻ്റെ കണ്ണല്ലാത്ത മുഴുവൻ ഞാൻ സ്വർണ്ണാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ നടക്കുന്നത്. അയാളുടെ മക്കളാച്ച വിദേശത്താണ്, അവരൊന്നും അന്വേഷിക്കുന്നുമില്ല. പിന്നെ ഇയാളാച്ചെങ്കിൽ നല്ല ബാങ്കിൽ നല്ല പൈസയും ഉണ്ട്, നല്ല ജോലിയിൽ നിന്ന ഒരു വ്യക്തിയാണ്. ഇത്തിരി പ്രായം എന്നൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവള് പറയലായി, എനിക്ക് ഇന്ന മറ്റേ മലബാർ ഗോൾഡിൽ നിന്ന് എനിക്ക് ഒരു നല്ലൊരു ഡയമണ്ട് നെക്ലേസ് വേണം. അപ്പോൾ 10 ലക്ഷം രൂപ 25 ലക്ഷം രൂപ വരെ മാലയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത്, സ്വർണം മേടിക്കും, അങ്ങനെ അത് മേടിക്കും. അങ്ങനെ ഒരുപാട് അയാളെ ഇന്ന് കിട്ടാവുന്നൊക്കെ അടിച്ചു മാറ്റി. ഇനി ഉള്ളതും കൂടി അടിച്ചു മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം വൈകി പോകും. പക്ഷേ ഇയാൾ നിൽക്കണ അത്രയും ഇയാൾ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ, അതിനൊരു കൂലിയും കൂടി കൂട്ടിക്കോ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്കിപ്പോൾ ചുരുങ്ങിയത് അയാളുടെ ഇന്നൊരു 19 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്വർണം പൈസയ്ക്കായിട്ട്, നമുക്കിനി ഇവിടുന്ന് വിടാ എന്ന് ചോദിച്ചു ഇവള്. അപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് മതിയെന്ന, നമുക്കിനി അധികം നേരം വെളുക്കുന്നവരെ കക്കണ്ട. നിലാവുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരം വെളുക്കുന്നവരെ കക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇന്ന് രാത്രി തന്നെ ഡൽഹി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ രണ്ടുപേരും ഡൽഹി വിടുക. ഡൽഹി വിട്ടിട്ട് പിന്നെ അവർ ഉത്തർപ്രദേശിൽ ഇതേ നയം തന്നെ അവിടെയും അവർ പയറ്റി, അവിടെ നിന്നും കുറേ കാശുണ്ടാക്കി. അപ്പോൾ ഈ നമ്മുടെ കല്യാണം കഴിച്ച് കാശും കൊണ്ട് പോണ ആൾക്കാർ പലരും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാണക്കേട്, അവർക്ക് അത് നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ പോരാത്തതിന് ഇവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ആ ഒരു സിം എടുക്കും. ഇവർക്കിടയിൽ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് അവരുണ്ടാക്കി വെച്ചുകൊണ്ടത്. അങ്ങനെ ഇവർ ഒറിജിനൽ ആധാർ കാർഡ് വെച്ച് സിം എടുക്കും. ഇവിടെ മറ്റുള്ള റേഷ്യനോടത്തും മറ്റുള്ളടത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് കൊടുക്കും. അതുകൊണ്ട് ഇവരെ ഒരു കാരണവശാലും പിടിക്കാൻ പറ്റില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവരെടുത്ത ഫോണും അതുപോലെ തന്നെ സിമ്മും അവിടെ തന്നെ ഉപേക്ഷിക്കും. പിന്നെ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഫോൺ അല്ലെങ്കിൽ IMEI നമ്പർ നോക്കിയിട്ട് പിടിക്കും, ഫോൺ മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ വിലപിടിപ്പുള്ള ഫോൺ ഉപയോഗിക്കില്ല. ആ ഫോൺ ഉപേക്ഷിച്ച് വെള്ളത്തിൽ കളയും, ആ സിമ്മും കളയും. അത് കഴിഞ്ഞ് ഉപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സിം എടുക്കും, അത് എടുക്കും, അവിടെ ഇതുപോലെ ആളെ പറ്റിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ഇവരുടെ കയ്യിൽ കോടികളായപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നമുക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്ക് ജീവിക്കേണ്ട, നമുക്ക് നാട് വിടാം. ഇത് നമ്മുടെ നാടല്ല. ഇവിടെയുള്ളവർക്ക് മുഴുവൻ ഒരാൾക്ക് ആത്മാർത്ഥത എന്ന് പറയണില്ല. ഇവർക്കൊക്കെ അണ്ടി പൊന്തുമ്പോൾ അണ്ടി കയറണം, അങ്ങനെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്കൊന്നും ഒരാളും നമ്മളെ സ്നേഹിച്ചിട്ടില്ല. പുരുഷന്മാരെ കൂടെ നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യം നമുക്ക് വേണ്ട, നമുക്ക് ഈ രാജ്യത്ത് നമ്മൾ പോവാം. ഈ കാശ് മുഴുവൻ അവർ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി ഇവർ ഈ നാട് വിട്ട് അവർ പോകുന്നു കാനഡയ്ക്ക്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവർക്ക് അറിയാവുന്ന ഒരു ജോലി എന്താ വെച്ചാൽ സൂപ്പർ മാർക്കറ്റാണ്. അവരവിടെ ഇവരിൽ ഇഷ്ടം പോലെ കോടികളുള്ളതല്ല. അവർ നല്ലൊരു സൂപ്പർ മാർക്കറ്റും തുടങ്ങി അടിപൊളിയായിട്ട് ഇപ്പോൾ അവർ കാനഡയിൽ ജീവിക്കുന്നു. അവിടുത്തെ സിറ്റിസനായി അവർ മാറി. അവർ അവിടുത്തെ ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കണം.
ഈ ആണുങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കും. അതാണ് അതിൻ്റെ കാര്യം. ഈ ആണുങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടുള്ള പെണ്ണുങ്ങളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നമ്മളാരും കുറ്റം പറയുന്നില്ല. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, കഥേനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.